അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പവിത്രത കൽപ്പിച്ച മാസമാണ് പരിശുദ്ധമായ റജബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാസമെന്ന് പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച പരിശുദ്ധമായ മാസം. എന്റെ പ്രിയമുള്ളവരെ, 2 മാസം കഴിഞ്ഞാൽ പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. ആ പരിശുദ്ധമായ റമദാനിനെ കൂടെയാണ് റജബും ശഅബാനും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പരിശുദ്ധമായ റമദാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. 2 മാസക്കാലം നമ്മൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് 5 വഖത്ത് നമസ്കാരവും ഏത് പ്രാർത്ഥനാ സമയങ്ങളിൽ ഞാനും നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. പടച്ചവനെ, ഞാനും നിങ്ങളും അവിടുന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, പരിശുദ്ധമായ റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. എന്നിതാ നമ്മൾ പടച്ചറബേ 2 മാസക്കാലം മുമ്പ് ദുആ ചെയ്തിട്ട് റമളാനിന് നമ്മൾ കാത്തിരിക്കുകയാണ്. ഉമ്മ, ഇത് ബർക്കത്തിന് ചോദിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റജബ്. ഇത് റമളാനിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. അതുകൊണ്ട് പടച്ച തമ്പുരാന്റെ മാസം എന്ന് പറഞ്ഞ പരിശുദ്ധമായ റജബുണ്ടല്ലോ, ഈ റജബ് എന്ന് പറയുന്ന പരിശുദ്ധമായ മാസത്തെ ഞാനും നിങ്ങളും അവിടുന്ന് ആദരിക്കണല്ലോ, ഞാനും നിങ്ങളും ബഹുമാനിക്കണല്ലോ, ഞാനും നിങ്ങളും ഇവിടുന്ന് വല്ലാത്ത മഹബ്ബത്ത് കൽപ്പിക്കേണ്ട മാസമാണല്ലോ റജബുൻ ശഹറുല്ലാഹ്. റജബ് എന്ന് പറഞ്ഞാൽ ഇത് പടച്ച തമ്പുരാന്റെ മാസമാണ്. ശഅബാൻ എന്ന് പറഞ്ഞാൽ മുത്ത് നബിയുടെ മാസമാണ്. റമളാൻ ശഹർ ഉമ്മത്തി, പരിശുദ്ധമായ റമളാൻ മാസമുണ്ടല്ലോ, അത് ഉമ്മത്തിന്റെ മാസമാണെന്ന് പ്രവാചകരാ പഠിപ്പിക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബാ നമ്മെ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഈ റജബിനെ അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയോ? ഈ പരിശുദ്ധമായ റജബ് നമ്മിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ, ആ പരിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ ദിനത്തിലാണ് നമ്മളുള്ളത്, ആദ്യത്തെ പകലിലാണ് നമ്മളുള്ളത്. ഈ പരിശുദ്ധമായ റജബിനെ നമ്മൾ ബഹുമാനിക്കലാണല്ലോ. അല്ലാഹ് ബഹുമാനിച്ചല്ലോ, റസൂലുള്ളാഹ് ബഹുമാനിച്ചല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ബഹുമാനിച്ചല്ലോ, എല്ലാ മലക്കുകളും അവിടുന്ന് ബഹുമാനിച്ചല്ലോ. അത്രത്തോളം പവിത്രതയുള്ള മാസമാണ് പരിശുദ്ധമായ റജബ്. ഈ പരിശുദ്ധമായ റജബിനെ നമ്മൾ ബഹുമാനിക്കണല്ലോ. അല്ലാഹ് ബഹുമാനിച്ചതിനെ പടച്ചറബേ ബഹുമാനിക്കൽ നമ്മുടെ കടമയാണ്. അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ നമ്മുടെ കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ അവിടുന്ന് ആദരിക്കാൻ പറഞ്ഞതിനെ പടച്ചവനെ നമ്മൾ അവിടുന്ന് നിന്ദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഒരുപാട് നഷ്ടം നമുക്ക് വരുമല്ലോ. ഈ ദുനിയാവിൽ നമ്മൾ ഒന്നുമല്ലാത്തവരായിട്ട് മാറുമല്ലോ. ഈ ദുനിയാവിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുമല്ലോ. അതാ അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ നമുക്കറിയാം. ഇബ്ലീസിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്നവരാണ്. ഇബ്ലീസിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നവരാണല്ലോ. പടച്ചറബേ, അസാസീൽ എന്ന് പറയുന്ന ഇബ്ലീസ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെക്കാളും ഏറ്റവും ഉന്നതിയിലായിരുന്നല്ലോ. പടച്ചവനെ, നമ്മുടെ നാട്ടിലൂടെ ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത സ്ഥലമില്ല. ഒരുപാട് ഇബാദത്ത് ചെയ്തിരുന്നു, ഒരുപാട് നന്മകൾ ചെയ്തിരുന്നു. മലക്കുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഉസ്താദായിരുന്നു ഇബ്ലീസ്.
പടച്ചവനെ ഒരുപാട് പവർ ഉണ്ടായിരുന്നു, അധികാരങ്ങൾ ഉണ്ടായിരുന്നു, സ്വർഗത്തിന്റെ ഉള്ളറയിൽ ജീവിച്ചവരായിരുന്നല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചല്ലോ. പടച്ചവനെ അല്ലാഹു തആല ആദം നബിയെ സൃഷ്ടിച്ചിട്ട് അവിടുന്ന് മലക്കുകളോടെല്ലാം ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചല്ലോ. ആ സമയത്തതാ ഇബ്ലീസ് മാത്രം എണീറ്റ് നിന്ന ചരിത്രം നമുക്കറിയുമല്ലോ. പടച്ചവനെ ഇബ്ലീസ് പറയുന്നു, എന്നെ തീ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ആദമിനെ പടച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ടാണല്ലോ, എനിക്കാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്, ഞാനാണ് ഇതിൽ ഏറ്റവും ഉന്നതനെന്ന് അതാവിടുന്ന് ഇബ്ലീസ് അഹങ്കാരത്തോടെ അധികാരത്തോടെ പറയുമ്പോ പടച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചല്ലോ. അല്ലാഹ് പിടിച്ചല്ലോ. എല്ലാവരും അവിടുന്ന് സുജൂദ് ചെയ്യുമ്പോ പടച്ചവനെ ഇബ്ലീസ് മാത്രം അവിടുന്ന് മാറി നിൽക്കുകയാണ്. അവസാനം ഇബ്ലീസിന്റെ പേര് കേട്ടാൽ അല്ലാഹുവേ ലഅനത്തുല്ലാഹി അലൈഹി എന്നാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയേണ്ടത്. അതാ നമ്മൾ പറയേണ്ടത്. അല്ലാഹ് അവൻ ജനങ്ങളെ പിഴപ്പിച്ചല്ലോ. ഖിയാമത്ത് നാൾ വരെ ജനങ്ങളെ പിഴപ്പിക്കാൻ കടന്നു വരുന്നവനാണല്ലോ. പടച്ചവനെ ഒരുപാട് നാശമുള്ളവനായി ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ അലയേണ്ടി വന്നല്ലോ. അല്ലാഹ് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയല്ലോ. പടച്ചവനെ അവന് നരകക്കാരുടെ കൂടെ അല്ലാഹു തആല ചേർത്തിയതുണ്ട്. അവിടുന്ന് ബഹുമാനിച്ചതിന് അല്ലാഹ് ബഹുമാനിച്ചു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. എല്ലാവരോടും ബഹുമാനിക്കാൻ അല്ലാഹ് കൽപ്പിച്ചല്ലോ. അവിടുന്ന് കൽപ്പിച്ചപ്പോ അവിടുന്ന് ഇബ്ലീസ് മാത്രം മാറി നിന്നപ്പോ അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ശിക്ഷയാ. ശിക്ഷയാണ് എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. റജബ് എന്ന് പറഞ്ഞാൽ അത് പടച്ച തമ്പുരാന്റെ മാസമാണല്ലോ. അല്ലാഹ് ബഹുമാനിച്ച അല്ലാഹ് ആദരിച്ച മാസമാണല്ലോ. ഈ മാസം അല്ലാഹു തആല ബർക്കത്തിന് വേണ്ടിയിട്ട് എനിക്കും നിങ്ങൾക്കും തന്ന മാസമാണല്ലോ. പടച്ച തമ്പുരാന്റെ മുമ്പിൽ അല്ലാഹുവേ ബർക്കത്തിന് ചോദിക്കേണ്ട മാസമാണ്. അതുകൊണ്ടാണ് ഈ മാസത്തിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി ഞാനും നിങ്ങളും ചോദിക്കേണ്ടത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. പടച്ചവനെ ഈ പരിശുദ്ധമായ റജബിലും ശഅബാനിലും അല്ലാഹ് നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ റമളാനിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് എന്ന് നിങ്ങൾ ചോദിക്കണമെന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് പ്രവാചകര് ചോദിച്ചിട്ടുണ്ട്, സ്വഹാബത്തിനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും പടച്ച തമ്പുരാനോട് ബർക്കത്തിന് ചോദിച്ചോ. അല്ലാഹുവോട് 30 ദിവസം അല്ലാഹ് ബർക്കത്തിന് ചോദിക്കാൻ അല്ലാഹ് നമ്മോട് കൽപ്പിക്കുകയാണ്. ഈ റജബിന്റെ 30ലും ചോദിച്ചോ, പടച്ചവനെ ശഅബാനിന്റെ 30ലും ചോദിച്ചോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. എന്താ അല്ലാഹു തആല പറഞ്ഞേ? അല്ലാഹു തആല എന്താ പറഞ്ഞേ? റജബിൽ ചോദിച്ച 30 അല്ലേ? ഈ 30 ദിവസം ചോദിക്കും. അതേപോലെ തന്നെ ശഅബാനിലും ചോദിക്ക്. 30 60 60 ദിവസം അല്ലാഹു തആല നമുക്ക് സമ്മാനിച്ചു. അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിക്ക്, അല്ലാഹുവിന്റെ ബർക്കത്തിനെ ചോദിക്ക്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ഈ ബർക്കത്തിനെ ചോദിക്ക് നീ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മൾ ചോദിക്കാൻ അല്ലാഹുവേ പടച്ചവനെ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മോട് ചോദിക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വഹാബത്തിനെ അത് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ പുണ്യമായ മാസത്തെ ബഹുമാനിച്ചോ. പടച്ചവനെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവേ അവിടുന്ന് നമ്മോട് കൽപ്പിച്ച കാര്യമാണ്.
അതാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോടൊരു കാര്യം പറഞ്ഞിട്ട് അത് നമ്മൾ ചെയ്യാതിരിക്കാൻ പാടുണ്ടോ? അത് നമ്മൾ ചെയ്യാതിരിക്കാൻ പാടുണ്ടോ? അതാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ രണ്ടുപേരും ഇങ്ങനെ ഒരു പള്ളിയിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്. അതാ അവിടുന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരന് പള്ളിയുടെ മൂലയിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അവിടെ ഇങ്ങനെ കിടന്നിട്ട് ഉറങ്ങുകയാണ്. റസൂലുള്ളാഹി അവിടുന്ന് പറയുന്നു, അലിയേ ആ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരനെ ഒന്ന് വിളിക്ക. ആ ചെറുപ്പക്കാരനെ ഒന്ന് വിളിച്ചിട്ട് നമസ്കാരത്തിലേക്ക് ഉണർത്ത്. പടച്ചവനെ അലി റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് ഉണർത്തിയിട്ട് നമസ്കാരത്തെ കുറിച്ചിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതാ അവിടുന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. പഠിച്ചവനെ എന്നിട്ടതാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നന്മയിലേക്ക് ഒരാളെ കൊണ്ടുപോകാൻ, നന്മകൾ ഉപദേശിക്കാൻ ഏറ്റവും കൂടുതൽ പറ്റുന്നവർ നിങ്ങളല്ലേ റസൂലേ? നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരല്ലേ? നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരല്ലേ? അതിന് പറ്റുന്നവർ നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോ അതാ അവിടുന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അലിയേ ഞാനത് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ഞാനത് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? പഠിച്ചവനെ റസൂലുള്ളാഹി പറയുകയാണ്, ഞാനെങ്ങാനും അവന്റെ കാലിൽ തട്ടിയിട്ട് അവനങ്ങ് വിളിച്ചു കഴിയുമ്പോൾ അല്ലാഹു അവിടുന്ന് എണീക്കുകയാണ്. ഞാൻ അവനോട് നമസ്കാരത്തിലേക്ക് ഉണരാൻ വേണ്ടി പറയുകയാണ്. ഒരുപാട് നന്മകൾ ചെയ്യാൻ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ ഞാൻ അവനോട് പറയുകയാണ്. അവനെങ്ങാനും അത് ചെയ്യാതെ വന്നാൽ ഒരു നിമിഷമെങ്ങാനും അവന്റെ മനസ്സിനകത്ത് വേദന വന്നിട്ട് ഞാനത് ചെയ്യില്ല എന്നവന്റെ മനസ്സിനകത്തെങ്ങാനും ചിന്തിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമല്ലോ. എന്നെ ധിക്കരിച്ച പ്രതിഫലം, എന്നെ ധിക്കരിച്ച കുറ്റം അല്ലാഹു തആല അവനിക്ക് കൊടുക്കുമല്ലോ. അതെനിക്ക് വല്ലാത്ത പേടിയാണ് അലിയേ. എന്നെക്കാളും താന്നവനല്ലേ അലിയേ നീ? ആ കാര്യത്തിൽ നിന്നെക്കാളും പവർ എനിക്കാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ റജബിനെ ബഹുമാനിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചതാ. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചതാ. തിന്മകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതാ. നമ്മുടെ ഈമാനൊന്ന് എടുത്തു നോക്ക്, നമ്മുടെ മനസ്സൊന്ന് എടുത്തു നോക്ക്. പടച്ചവനെ എത്രയോ തെറ്റുകളാണല്ലോ കാണുന്നതും പറയുന്നതും ചിന്തിക്കുന്നതിനല്ല. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആരാധനോട് പറഞ്ഞത്? ആരാധനോട് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മൾ റസൂലുള്ളാഹിനെ ധിക്കരിച്ചിട്ടുണ്ടോ? നമ്മൾ റസൂലുള്ളാഹിനെ അറിയാതെ പോയിട്ടുണ്ടോ? സ്വന്തം ശരീരത്തോടൊന്ന് ചോദിക്കണേ വാപ്പാ, സ്വന്തം നഫ്സിനോടൊന്ന് ചോദിക്കണേ ഉമ്മാ. പാതിരാ സമയത്തിന്റെ നിശബ്ദതയിലോ പടച്ചറബേ ഡിസംബർ 31 കടന്നു വന്നപ്പോ അല്ലാഹുവേ എത്രയോ ചെറുപ്പക്കാരാണ്, മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരാണ് പടച്ചറബേ ബീച്ചിന്റെ കത്തളങ്ങളിൽ പോയിട്ട്, അല്ലാഹുവേ ഓരോ സെന്ററുകളിൽ പോയിട്ട് പടച്ചവനെ അവിടെ പാട്ടും കൂത്തും മദ്യവും ലഹരികളുമായിട്ട് ആർമതിച്ച് നടക്കുന്ന എത്രയോ ചെറുപ്പക്കാര് ഇന്നലത്തെ രാത്രികളിൽ നമ്മൾ കണ്ടല്ല പ്രിയമുള്ളവര്. അല്ലാഹുവേ എന്തൊരു പ്രതാപാണ് അല്ലാഹ്.
ഡിസംബർ 31 കടന്നു വരുമ്പോ പൊന്നുമോനെ മനസ്സിലാക്കണം, മോനെ നമ്മൾ മനസ്സിലാക്കണം. എടാ ഇത് ആഘോഷിക്കാനുള്ളതല്ല, ഇത് ആഘോഷിക്കാനുള്ളതല്ല മോനെ. നീ മരണത്തിലേക്ക് ഓരോ സെക്കൻഡുകൾ നിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ പടച്ചറബ്ബേ മരണത്തിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നോ നിന്റെ മനസ്സുകൊണ്ട് നീ ഒന്ന് ചിന്തിക്കണം കേട്ടോ. എടാ എല്ലാം തീരും മോനെ, എല്ലാം അവസാനിക്കുമല്ലോ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞാനും നിങ്ങളും കണ്ടുമുട്ടുന്ന സമയമുണ്ടല്ലോ. ആ അസ്റായീൽ അലൈഹിസ്സലാം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന സമയമുണ്ടല്ലോ. ആ സമയം കടന്നു വന്നാൽ ഇവിടുത്തെ ആനന്ദം കഴിഞ്ഞല്ലോ, ഇവിടുത്തെ സൗഭാഗ്യങ്ങൾ കഴിഞ്ഞല്ലോ, ഇവിടുത്തെ സന്തോഷങ്ങൾ കഴിഞ്ഞല്ലോ, എല്ലാം തീരുകയാ. റസൂലുള്ള പഠിപ്പിച്ചില്ലേ, രാത്രിയുടെ യാമങ്ങൾ എന്ന് പറഞ്ഞാൽ നിന്റെ പ്രഭാത നിന്റെ ഓരോ പ്രാർത്ഥനയും അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. അല്ലാഹുവേ പാതിരാ സമയത്തിന്റെ നിശബ്ദതയില് എല്ലാവരും സുഖനിദ്രയിൽ കിടന്നുറങ്ങുമ്പോ, എല്ലാവരും സുഖനിദ്രയിൽ കിടന്നുറങ്ങുമ്പോ നിന്റെ വീടിന്റെ ഉള്ളറയിൽ എണീറ്റിട്ടൊന്ന് നമസ്കരിക്കാൻ നിനക്ക് കഴിയുമോ? നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? പഠിച്ചവനെ റസൂലുള്ള പറഞ്ഞതല്ലേ, നിന്നെ കാത്തിട്ട് നിനക്ക് എല്ലാം തരുന്ന, നിന്നെ സൃഷ്ടിച്ച, നിന്നെ പരിപാലിച്ച, നിനക്ക് ഭക്ഷണം തരുന്ന, നിനക്ക് വായു തരുന്ന, നിനക്ക് വെള്ളം തരുന്ന അല്ലാഹുവേ നിനക്ക് എല്ലാം തന്നു കഴിഞ്ഞ പടച്ച തമ്പുരാനുണ്ടല്ലോ. ആ പടച്ച തമ്പുരാൻ നിന്നെ കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ എന്റെ അടിമയന്നിലേക്ക് നോക്കുന്നുണ്ടോ? എന്റെ അടിമയന്നിലേക്ക് നോക്കുന്നുണ്ടോ? അവൻ എന്നോട് ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പടച്ചറബ് നിന്നെ കാത്തിരിക്കുമ്പോ, ആ പടച്ചറബ് ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നിന്റെ നന്മകൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ മോനെ ഒന്ന് ചിന്തിക്കടാ. ഡിസംബർ 31 രാത്രിയിലോ ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടോ 12 മണി സമയമാകുമ്പോ 2024 കടന്നുപോയി. 2025 ലോഗോ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോ പടച്ചറബ്ബേ ചിന്തിച്ചോ മോനെ, എന്റെ ആയുസ്സാണ് കുറഞ്ഞു പോയത്, എന്റെ ജീവിതത്തിൽ എന്റെ ആയുസ്സാണ് കുറഞ്ഞു പോയത്. ഞാനിതാ മരണത്തിലേക്ക് അടുക്കുകയാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? പല ആളുകളും പടച്ചറബ്ബേ പലതും അതുപോലെയുള്ളത് സ്റ്റാറ്റസ് വെച്ചവരാണ്, സ്റ്റോറി വെച്ചവരാണ്. എന്നാൽ എന്റെ അല്ലാഹനെ ഞാൻ കണ്ടുമുട്ടേണ്ട ദിവസമുണ്ട്, എന്റെ അല്ലാഹനെ ഞാൻ കണ്ടുമുട്ടേണ്ട ദിവസമുണ്ട്. മോനെ ഒന്ന് ഓർത്തിട്ടുണ്ടോ? അല്ലാഹുവേ ഉമ്മ ഡിസംബർ 31 ദിനത്തില് നിന്റെ മക്കളുണ്ട്, നിന്റെ പേരമക്കളുണ്ട്, എവിടെയായിരുന്നെന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ? അന്നത്തെ രാത്രി നീ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? പല മക്കളും ബാംഗ്ലൂരായിരുന്നു, പല മക്കളും എറണാകുളത്തായിരുന്നു, പല മക്കളും പടച്ചറബ്ബേ കോഴിക്കോടായിരുന്നു. അല്ലാഹുവേ ഓരോ സ്ഥലങ്ങളിലേക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. എന്നിട്ടോ കയ്യില് മദ്യക്കുപ്പി പിടിച്ചിട്ടോ പടച്ചറബ്ബേ ഒരു കയ്യിലൊരു പെണ്ണിനെ ചേർത്ത് പിടിച്ചിട്ടോ ആടിത്തിമർത്തിട്ട് ലഹരിയുടെ പടച്ചറബ്ബേ തന്റെ സിരകളിലൂടെ ഓടിയിട്ട് എത്രയോ ചെറുപ്പക്കാരായ എത്രയോ പെൺകുട്ടികളും ചെറുപ്പക്കാരുമായ ആൺമക്കളുമാണ് അല്ലാഹുവേ ആടിത്തിമിർക്കുന്ന കാഴ്ച കണ്ടുപോയതെന്നറിയോ? ഉമ്മ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന മക്കളാണ്, നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പേരമക്കളാണ്, നമ്മുടെ സ്വന്തം മക്കളാണ്. ഉമ്മ നീ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. ഒരു വഅദിന്റെ മജ്ലിസ് നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ എത്ര ചെറുപ്പക്കാരെയാണ് മോളെ നമുക്ക് കാണാൻ കഴിയുന്നത്? വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കം. എന്നാലോ പടച്ചറബ്ബേ ഇതുപോലുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉറക്കം പ്രശ്നമല്ല,
അവർക്ക് ഉറക്കം പ്രശ്നമല്ല, അവർക്കൊന്നും പ്രശ്നമല്ല. അവരതാ പടച്ച റബ്ബേ കടന്നു പോവാൻ അവരുടെ കൂട്ടുകാരെ കൂടി ഇതിനൊക്കെ പണം കൊടുക്കാനും എന്റെ പ്രിയമുള്ളവരെ രക്ഷിതാക്കള് തയ്യാറാണ്. പല രക്ഷിതാക്കളും ഇതിനും തയ്യാറാണ്. പടച്ചോൻ എന്നിട്ട് പറയും, അവസാനം മക്കൾ എവിടെയെങ്കിലും കെണിയിൽ പോയിട്ട് പെട്ടാ പറയും, ഉസ്താദേ എന്റെ മകൻ, എന്റെ മകൾ, എന്റെ മകൻ, എന്റെ മകൾ എന്ന് പറഞ്ഞ് അലമുറയിട്ടിട്ട് പൊട്ടിക്കരയുന്ന ഉമ്മമാർ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നല്ലവണ്ണം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ പുണ്യമായ റജബിനെ നമ്മൾ ബഹുമാനിക്കണം. അതാ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ മക്കയിൽ നിന്ന് ഒരുപാട് അകലെയായിരുന്നു മഹാനവറുകൾ താമസിച്ചിരുന്നത്. എന്തേ കാരണമെന്നറിയോ? അവിടുന്ന് ചോദിക്കുന്നുണ്ട്, തങ്ങളെ നിങ്ങൾ എന്തേ മക്ക വിട്ടിട്ട് താമസിക്കുന്നത്? ഇത്രയും പടച്ച റബ്ബേ വിദൂരത്ത് പോയി നിങ്ങൾ താമസിക്കുന്നത് എന്തെന്ന് ചോദിക്കുമ്പോ അതാ അവിടുന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ഈ പരിശുദ്ധമായ ഗേഹത്തിന്റെ തൊട്ടടുത്ത് പോയിട്ട് താമസിക്കാനുള്ള കാര്യം എന്തെന്നറിയോ? അകലേക്ക് മാറിയിട്ട് താമസിക്കാനുള്ള കാര്യം എന്തെന്നറിയോ? അല്ലാഹുവേ, ഇത് പടച്ച റബ്ബെങ്ങാനും ബഹുമാനിച്ചതാണ്. ഇത് പടച്ച റബ്ബ് ബഹുമാനിച്ചതാണ്. മദീന പടച്ച തമ്പുരാനെ ബഹുമാനിച്ചതാണ്. അതുകൊണ്ടെങ്ങാനും അതിൽ ഞാൻ ഏതെങ്കിലും പടച്ച റബ്ബേ വിധത്തിൽ തെറ്റുകൾ വന്നാൽ, ഈ പുണ്യമായ സ്ഥലങ്ങളിൽ വെച്ചിട്ട് തെറ്റ് വന്നാൽ അല്ലാഹുവേ പടച്ചവനെ റബ്ബിനത് സഹിക്കുമോ? അല്ലാഹ് ബഹുമാനിച്ച ഒരു സ്ഥലത്ത് വെച്ചിട്ട് തെറ്റ് ചെയ്യാൻ തോന്നിയാൽ, ഒരുപാട് ഹറാമുകളെങ്ങാനും ഞാൻ ചെയ്താൽ അത് എന്റെ പടച്ച റബ്ബിനെ സഹിക്കുമോ? എന്റെ ഹബീബിനത് സഹിക്കുമോ എന്ന് അതാവിടുന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ, അല്ലാഹുവേ പടച്ച റബ്ബേ, നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ കാണുന്നവരാണ്, ചെയ്യുന്നവരാണ്. അല്ലാഹ് നമ്മളൊന്ന് ചിന്തിക്കണം എന്റെ പ്രിയമുള്ളവരെ. എവിടെ വെച്ചിട്ടാണ് നമ്മൾ തെറ്റ് കാണുന്നത്? എവിടെ വെച്ചിട്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് സ്വയം ചിന്തിക്കണേ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരുപാട് അകലെ മക്കയിൽ നിന്ന് മകനെ താമസിക്കാൻ എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്, ഇവിടുന്ന് ഞാനൊരു തെറ്റ് ചെയ്ത പടച്ചോനെ അല്ലാഹ് ബഹുമാനിച്ചതല്ലേ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ ഇവിടുന്ന് ചോദിക്കാൻ, ഈ പരിശുദ്ധമായ പുണ്യമായ ഈ പരിശുദ്ധ റജബ് നമ്മളിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ, നിങ്ങൾ പരമാവധി നമ്മൾ പാപങ്ങളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് ജീവിക്കാം. തെറ്റുകൾ പരമാവധി കാണാതെ ജീവിക്കാം. നമ്മുടെ കണ്ണ് കൊണ്ട് അറിയാതെ തെറ്റിലേക്ക് പോകും, പറയും, ചിന്തിക്കും, എല്ലാം ചെയ്യും. പരമാവധി നമ്മൾ തെറ്റിൽ നിന്ന് മാറി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ പറ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്നത്തെക്കാളും ഒരുപാട് ഖുർആൻ ഓത്ത്, അതേപോലെ തന്നെ സുന്നത്ത്, ഫർളുകൾ, ഇതെല്ലാം ഫർള് നമ്മൾ മുടങ്ങാതെ ഒരിക്കലും ഒരു ഭംഗം വരാത്ത രീതിയിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പടച്ച തമ്പുരാൻ നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒരുപാട് പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ അല്ലേ, നമ്മുടെയൊക്കെ വീടിനകത്ത് TV ഉണ്ടാകും. പടച്ചോനെ അറിയാതെ ചില ആളുകളൊക്കെ ഇരുന്നിട്ട്, ഉമ്മാരൊക്കെ ഇരുന്നിട്ട് അങ്ങനെ സിനിമ കാണും അല്ലെ, സീരിയൽ കാണും. അല്ലാഹുവേ പടച്ചോൻ അതിനൊന്നും ഒരു മാർഗം കൊടുക്കാതെ തെറ്റുകളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക. അതേപോലെ തന്നെ നോമ്പ് പിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ നമുക്ക് സ്വതക്ക കൊടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പരിശുദ്ധമായ ഈ റജബ്.
സ്വതക്ക കൊടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അല്ലാഹു തആല അതിന്റെ ഇരട്ടി പ്രതിഫലം നൽകുന്ന മാസമാണ്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറയ്ക്ക് മഹത്വം കൽപ്പിച്ചിരുന്ന ഒരു മാസം കൂടെയാണ്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഈ റജബ് നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ഏകദേശം 100-300ഓളം ആളുകളുണ്ടല്ലോ, പുറത്തുള്ള ആളുകളുണ്ടാകും, കഴിയുമെങ്കിൽ ഉംറയ്ക്ക് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പോവുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ സുബ്ഹി നമസ്കരിച്ച് അല്ലാഹുവേ പടച്ച റബ്ബേ, ദുനിയാവിൽ നിന്ന് ഉംറയ്ക്ക് പൂതിയുണ്ടോ? ദുനിയാവിൽ വെച്ചിട്ട് ഉംറ നിർവഹിക്കാനുള്ള പൂതിയുണ്ടോ? അതാ അവിടുന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പടച്ച റബ്ബേ, ഒരുപാട് സമ്പത്തിന്റെ കയ്യിലില്ല ഉസ്താദ്. ഉംറയ്ക്കൊക്കെ പോകണമെങ്കിൽ പടച്ചവനെ ഒരുപാട് സമ്പത്ത് വേണമല്ലോ, ഒരുപാട് അധികാരം വേണമല്ലോ, കഴിവ് വേണമല്ലോ. എന്റെ അടുത്ത് അതൊന്നും തന്നെ ഇല്ല എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് വാപ്പമാരോട് പറയട്ടെയോ, ഉമ്മ, എല്ലാ ദിവസവും നിനക്ക് ഉംറ ചെയ്യണോ? നിന്റെ വീട്ടിലിരുന്നു കൊണ്ട് നിനക്ക് ഉംറ ചെയ്യാ, നിന്റെ വീട്ടിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് നിനക്ക് ഉംറ ചെയ്യാ. അതാവിടുന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നീ സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് നിന്റെ നാട്ടിലെ പള്ളി മിനാരങ്ങളിൽ നിന്ന് വാപ്പാ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വാങ്ങിന്റെ ധ്വനി നീ കേട്ട് കഴിഞ്ഞാൽ പടച്ചവനെ, സുബ്ഹിക്ക് നീ പള്ളിയിൽ പോക. ഉമ്മ, നിന്റെ വീട്ടിനകത്ത് നീ സുബ്ഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് എണീക്ക. എന്നിട്ടതാ അവിടുന്ന് സുബ്ഹി നമസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചാൽ അല്ലാഹ് 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് അവിടുന്ന് സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവേ, അവിടുന്ന് പ്രാർത്ഥനകൾ നിർവഹിക്കുകയാണ്, ഖുർആനുകൾ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഓതുകയാണ്. എന്നിട്ട് ദുആ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ, സൂര്യൻ ഉദിച്ചിട്ട് സമയമായാൽ പടച്ച റബ്ബേ, 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞിട്ടാണ് നീ ആ പായിൽ നിന്ന് എണീക്കുന്നതെങ്കിൽ അതാ അവിടുന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിനക്ക് അല്ലാഹു ഉംറ ചെയ്ത പ്രതിഫലം അല്ലാഹു തആല നൽകുമല്ലോ. നിനക്ക് അല്ലാഹു തആല ഉംറ ചെയ്ത പ്രതിഫലമാണ് നൽകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഇതാ പുണ്യമായ ഇബാദത്തുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം അറിയിക്കുന്ന പരിശുദ്ധമായ മാസമാണിത്, ഈ പുണ്യവാന റജബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ റജബിനെ അമലിനെ നിങ്ങൾ മുറുകെ പിടിച്ചോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, എടാ, സ്വർഗ്ഗത്തിലൊരു നദിയുണ്ടല്ലോ, സ്വർഗ്ഗത്തിലൊരു നദിയുണ്ടല്ലോ, ആ നദിയുടെ പേര് തന്നെ റജബ് എന്നാണ്. ആ നദിയുടെ പേര് തന്നെ റജബ് എന്നാണ്. ആ പുണ്യമായ നദി ആർക്കുള്ളതാണെന്നറിയോ? അതിലെ ജലം ആർക്കുള്ളതാണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ നദി തടത്തിലൂടെ ഉല്ലസിക്കാനുള്ള ഭാഗ്യം കൊടുക്കുന്നത് ദുനിയാവിന് പരിശുദ്ധമായ റജബ് മാസത്തിൽ ആരാ നോമ്പെടുക്കുന്നത്? ആരാ നോമ്പെടുക്കുന്നത്? അവർക്കുള്ളതാണെന്ന് പ്രവാചകരതാ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. പൊന്നുമോനെ, നിനക്കിത് ആരാ നൽകുന്നത്? നിനക്ക് തരുമെന്ന് ആരാ പറഞ്ഞത്? അള്ളാന്റെ പ്രവാചകരാ പഠിപ്പിച്ചത്, അള്ളാന്റെ റസൂലാ പഠിപ്പിച്ചത്. ജീവിതത്തിൽ ഇത് മുറുകെ പിടിച്ചോ, നിന്റെ ഒപ്പം കൂട്ടിക്കോ. 30 ദിവസമേ പടച്ച റബ്ബേ നമുക്കുള്ളൂ. ഉമ്മായിരുന്നു, ഒരു ദിവസം കടന്നുപോയി വാപ്പാ, ഒരു ദിവസം കടന്നുപോയി. ഇനി ഏറി വന്ന പടച്ച റബ്ബേ 29 ദിവസം, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് മാസം കാണാം. പടച്ച റബ്ബേ, ആ റജബ് എന്ന് പറയുന്ന നദി എനിക്കും നിങ്ങൾക്കും വേണ്ടേ? അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. 30 ദിവസം നമുക്കുണ്ട് അല്ലേ? 30 ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടൂല. അങ്ങനെയാണ്. മാസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ അല്ലേ? ഇതാ 1-ാമത്തെ ദിവസം ഇന്ന് കടന്നു. ഒരു ദിവസം ഇപ്പൊ തന്നെ കടന്നു, ഒരു ദിവസം ഇപ്പൊ തന്നെ പോയി. ഇനി എത്രയാ നമുക്ക് കയറി വന്ന 29-28 ദിവസം നമുക്ക് കിട്ടും അല്ലേ? 29 സംശയാണ്, ചിലപ്പോ 28 കിട്ടുള്ളൂ അല്ലേ? അല്ലാഹു തആല ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് തരട്ടെ.
അല്ലാഹു തആല ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ ചെയ്യാൻ ഏറ്റവും കൂടുതൽ മഹത്വം പറഞ്ഞ മാസമാണ്. അതേപോലെ തന്നെ അല്ലാഹുവിനോട് ബറക്കത്തിന് ചോദിക്കണം. അല്ലാഹുവേ പടച്ച റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ 2 മാസം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ബർക്കത്തിനെ ചോദിക്കാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. പടച്ചോനെ ഈ റജബിലും ശഅബാനിലും നീ എനിക്ക് ബർക്കത്ത് കൊണ്ടാ എന്ന് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതാ പരിശുദ്ധമായ റജബ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ പടച്ച റബ്ബേ ഒരുപാട് നന്മകൾ ചെയ്യേണ്ട മാസമാണല്ലോ. റജബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മകൾ ചെയ്യേണ്ട മാസമാണല്ലോ. ഈ റജബിൽ നമ്മൾ വിത്തിറക്കണം, ശഅബാനിൽ അത് നനച്ചു കൊടുക്കണം, റമളാനായി കഴിഞ്ഞാൽ അത് കൊയ്തെടുക്കണം. ഇതാണ് എന്റെ പ്രിയമുള്ളവരെ ഈ മാസങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധമായ റജബിൽ തന്നെ ഒരുപാട് ഇബാദത്ത് ചെയ്തു തുടങ്ങണം, നന്മയാർന്ന പ്രവർത്തനങ്ങൾ തുടങ്ങണം. എന്നിട്ട് അതിനെ ഒന്നും കൂടെ പുഷ്ടിപ്പെടുത്തണ്ട, ഒന്നും കൂടെ പടച്ച റബ്ബേ ഉഷാറാക്കേണ്ട മാസമാണ് ശഅബാൻ. എന്നാ റമളാൻ കടന്നു വന്നാൽ ഈ 2 മാസമുണ്ടല്ലോ അധ്വാനിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പരിശുദ്ധമായ അമലുകള്, ഈ അമലുകളെല്ലാം പടച്ച റബ്ബേ അവിടുന്ന് കൊയ്തെടുക്കേണ്ട ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മാസമാണ് റമളാൻ. മഹാന്മാര് പഠിപ്പിക്കുകയാണ് ഇങ്ങനെ റജബിൽ നിങ്ങൾ അതിനെ നിനക്ക് വിത്തിറക്ക്, എന്നിട്ട് ഈ ശഅബാനിൽ അതിന് നനച്ചു കൊടുക്ക്, റമളാനിൽ നീ അത് കൊയ്തെടുക്ക് എന്ന് മഹാന്മാർ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. റജബ് അങ്ങ് നഷ്ടപ്പെട്ടു മോനെ, എല്ലാം തീർന്നു. നിന്റെ റമളാനും പോയി, ശഅബാനും പോയി, എല്ലാം പോയി. റജബ് നഷ്ടപ്പെടുത്തരുത്, റജബിനെ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലില്ലേ അല്ലേ? കുറച്ച് ദിവസം ഒന്ന് മാറ്റിവെക്ക്, കുറച്ച് ദിവസം ഒന്ന് മാറ്റിവെക്ക്. നമുക്ക് നന്മ കിട്ടും, നമുക്ക് നന്മ കിട്ടും. നമ്മുടെ മക്കളുടെ കയ്യിലൊക്കെ അല്ലേ, മക്കളോടൊന്ന് ഓർമ്മപ്പെടുത്ത്, മോനെ റജബ, ഇത് റജബ, ഇത് വല്ലാത്ത അജബുള്ള മാസമാ എന്ന് പറഞ്ഞു കൊടുക്ക്. മഹത്വമുള്ള മാസമാ. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ നോമ്പെടുക്കും, നമ്മൾ സക്കാത്ത് കൊടുക്കും, സദഖ കൊടുക്കും, എല്ലാ സൽക്കർമ്മങ്ങളും ഞാനും നിങ്ങളും ചെയ്യും. നമ്മുടെ മക്കൾ അവർക്ക് തോന്നിയതുപോലെ നടക്കും. ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടുണ്ടോ? കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്ക്, മോനെ ഇത് റജബ, ഇത് റജബ, വല്ലാത്ത മഹത്വമുണ്ട്, എടാ നീ തെറ്റുകളിലൂടെ പോകരുത് എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് റജബ് ഉപയോഗപ്പെടുത്തുക. തഹജ്ജുദ് നമസ്കരിക്ക്. അല്ലാഹു തആല എന്തിനാ പരിഹാരം തരാത്തെ? അല്ലാഹുവേ ആ സമയത്ത് നീറ്റിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളൊന്ന് കരഞ്ഞിട്ട് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സങ്കടവും വേദനകളും പറഞ്ഞാൽ അല്ലാഹ് കേൾക്കുമല്ലോ, അല്ലാഹ് കേൾക്കുമല്ലോ. അല്ലാഹുക്ക് എന്തൊരു ഇഷ്ടം എന്നറിയോ? അല്ലാഹുവേ പടച്ചോനെ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവർ, ഈ കാര്യങ്ങളൊക്കെ ഈ പുണ്യ റജബിൽ 30 ദിവസങ്ങളിലും ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം പറയുന്നത് ഇതെല്ലാം ആദ്യം പറയുന്നത് എന്നോടാ, എന്റെ നഫ്സിനോടാ. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഇത് മനസ്സിലാക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. തൗഫീഖിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. ഒന്നും വെറുതെ കിട്ടൂല, ഒന്നും വെറുതെ കിട്ടൂല. അല്ലാഹുവിന്റെ ഖള, അല്ലാഹുവിന്റെ തൗഫീഖിന്റെ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും വേണം. അതുണ്ടെങ്കിലേ ഇതെല്ലാം നടക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.